നമസ്കാരം, സുജിത്താണ്. ഈ ഫീൽഡ് കാണുമ്പോൾ ഓർക്കും കൃഷി വിശേഷങ്ങളാണെന്ന്. പക്ഷെ അതല്ല, കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വന്നിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് ചർച്ചയിലേക്ക് നമുക്ക് പോയാലാ. എൻ്റെ കൃഷി നടക്കുന്നത് ചേർത്തല മണ്ഡലത്തിലെ പല ഭാഗങ്ങളിലാണ്. എൻ്റെ വീട് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും ഇപ്പം നിൽക്കുന്നത് ചേർത്തല സൗത്ത് പഞ്ചായത്താണ്. തണ്ണീർമുക്കം മുഹമ്മദ് ഗ്രാമപഞ്ചായത്തിലായിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇപ്പം നിൽക്കുന്നത് എലഞ്ഞിപ്പാടം എന്നുള്ള ചേർത്തല സൗത്ത് പഞ്ചായത്തിലെ കൃഷിയിടാണ് കേട്ടോ. ഇത് 10 ഏക്കർ വരുന്ന കൃഷിയിടാണ്. ഇവിടെ കണിവെള്ളരി അതിഗംഭീരമായിട്ട് റെഡിയായി കിടക്കുകയാണ്. നല്ല ഗോൾഡൻ കളറ് വെള്ളരി കണ്ട. അപ്പം ഈ ഏരിയ ഫുള്ള് വെള്ളരിയും ബാക്കി ഏരിയയിലൊക്കെ പച്ചക്കറിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കേണ്ട. ഈ ഫീൽഡിലെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ പ്രസാദ് സാർ ഒരുപാട് പ്രാവശ്യം വന്ന ഫീൽഡാണ്. അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ KC വേണുഗോപാൽ സാറ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മത്സരിക്കുന്നവരെല്ലാവരും തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് പച്ചക്കറി കൊണ്ട് കൊടുക്കാം. ഇപ്പൊ നമ്മൾ സഞ്ചരിക്കുന്നത് ചേർത്തല മണ്ഡലത്തിലൂടെയും ആലപ്പുഴ മണ്ഡലത്തിലെയും അതിർത്തിയിലൂടെയാണ് കേട്ടാ. ഇവിടെ ചിത്രരഞ്ജൻ സാറും ജോബി ഏട്ടനും AD തോമസ് ഒക്കെയാണ് മത്സരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ചേർത്തല മണ്ഡലത്തിലെ P പ്രസാദ് സാറും രാജേന്ദ്ര പ്രസാദ് സാറും അനന്തരായ് സാറും ഒക്കെയാണ് ഇവിടെ മത്സരിക്കുന്നത്. ചേർത്തല മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ ചെറിയൊരു കച്ചവടം ഉണ്ട് കേട്ടാ. 2000 ചേർത്തലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കേട്ടാ. ഭക്ഷണം പോപ്പുലർ ആക്കിയ മീശക്കാരൻ ദിലീപേട്ടനാണ് എന്നുള്ളത്. എന്നാ ഇലക്ഷൻ ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഇലക്ഷൻ ചൂട് തകർത്തോണ്ടിരിക്കുകയാണ്. പാചകപ്പല്ലേക്ക് പോവാ. കറി വെറൈറ്റി ആണ് കേട്ടാ. മൊത്തം പുകമയാണല്ലോ. മോനെ ഒരു പ്രത്യേകത എനിക്കുള്ളത് ഈ ഒരു ബോധവൽക്കരണമായിരിക്കും. ഞാനിതൊരു ചെറിയ മണ്ണെണ്ണ സ്റ്റോവ് കൊണ്ടുവന്ന് തുടങ്ങിയ സ്ഥാപനമാണ്. മോനെ അറിയാതെ അതിൽ നിന്ന് ഇത്രയും വലുതായി വലിയ കടയെടുത്ത് ഇതൊക്കെ ആയെങ്കിലും ശരി, ഞാൻ ഇപ്പോഴും ചെയ്യുന്ന അടപ്പയിലാണ്. ഇനി മേലിൽ ഗ്യാസ് ഉപയോഗിക്കത്തില്ല. എളുപ്പത്തിലേക്ക് വിറകടുപ്പിൽ തന്നെ ചെയ്യണം. സാധ്യത P പ്രസാദ് ടൈറ്റാണ് മനസ്സിലായത്. തന്നെ സാറ് ഇലക്ഷനും ചൂടായി, ഇവിടെ കറിയും ചൂടായി കേട്ടാ. ഉള്ളി പിടിച്ച് തുടങ്ങണേ ഉള്ളു. എൻ്റെ വീട് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലാണ്. ഏറ്റവും അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ തിരുവിഴയാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ മണ്ഡലത്തിലെയും ആൾക്കാരൊക്കെ ഒരുമിച്ച് പാസ് ചെയ്യുന്ന സ്ഥലമാണ്. അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്നറിയാം. ഏത് മണ്ഡലമാണ്? ഇവിടെ ചേർത്തല. ചേർത്തല പൊളിക്കും അല്ലേ? ചേട്ടൻ നല്ല പണി ഇങ്ങോട്ട് വന്നിട്ടിരിക്കണ്ട. അണ്ണ തന്നെ പറയാനുള്ളത് ഇലക്ഷന്റെ ആണോ? ഇപ്രാവശ്യം നമ്മൾ ഞങ്ങൾ കോൺഗ്രസ് തന്നെ ജയിക്കും. മുഖ്യമന്ത്രിയാവും ആണല്ലേ? ഇലക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ഇലക്ഷനൊക്കെ നല്ല രീതിയിൽ പോകുന്നു. പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം ട്രെയിനിൽ മുഴുവൻ ചർച്ച വളരെ വിശദമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ ഇപ്പൊ കൊച്ചിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരുപാട് പേരാണ് ഫീൽഡിൽ ഇറങ്ങിക്കൊണ്ടിരിക്കണം. അത്ര ചൂടാവുന്നുണ്ടോ? ഇപ്പം കുറച്ച് പ്രായം കൂടിയവരാണ് ഈ എണ്ണത്തിൽ കൂടുതൽ പ്രചരണത്തിന് വരുന്നത്. ഇപ്പൊ മാത്രമല്ല, ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗമുണ്ട്. പക്ഷെ അതിന്റെ ഫീൽഡിൽ ഇല്ല എന്നുള്ളതാണ്. മണ്ഡലത്തിലാ? ചേർത്തല മണ്ഡലം. ചേർത്തല എങ്ങനെയുണ്ട്? ചേർത്തല കുഴപ്പമില്ല, അടിപൊളിയാണ്. 3 പാർട്ടികളും നല്ല രീതിയിൽ തന്നെ നല്ല ഫീൽഡിലൊക്കെ വിശ്വാസം വരുന്ന രീതിയിൽ ജനാധിപത്യം ഉണ്ടാവും. ആർക്കാണ് മുൻതൂക്കം പറയാൻ പറ്റും? അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവരും നല്ല കട്ടക്ക് നിൽക്കുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും എങ്ങനെയുണ്ട്? ഉഷാറാണോ? എനിക്കാരെയും പരിചയമില്ല. ഇപ്പൊ യുവാക്കളൊക്കെ വോട്ടിങ്ങിൽ നിന്നൊക്കെ മാറി നിൽക്കുകയല്ല. അങ്ങനെയല്ല, നമ്മള് ഒരു വോട്ട് ചെയ്യണം എന്നുള്ള ബോധ്യത്തിൽ നിന്ന് ചെയ്യുന്നതാണ്. ഇവിടെയുള്ള യാത്രക്കാർക്കും ചിലത് പറയാനുണ്ട്. ഞങ്ങൾക്കിപ്പോ എന്നും 2 ബോഗിയുള്ള ലേഡീസ് കോച്ചാണ്. അത് ഞങ്ങൾ ഞങ്ങൾക്ക് ഒറ്റക്കാലിൽ നിന്ന് യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. അതിനൊരു പരിഹാരം കാണിച്ചാൽ ഒരു ബോഗിയുടെ കൂട്ടി തന്നാൽ മതി കേട്ടോ. ഒരു ബോഗി തരും എപ്പോഴാണ് വന്നിട്ടുണ്ട്, പക്ഷെ അത് സ്ഥിരം ഇടുന്നില്ലല്ലോ. ഒരു ചായ കുടിക്കാൻ സമയമായി. നമ്മുടെ സ്ഥിരം കടയാണ്. ചേച്ചി എല്ലാം ആയാ? ഉഴുന്നോടെ ആയിട്ടുണ്ട്, ഇഡ്ഡലി ഉണ്ട്. ഏറ്റവും വലിയ പ്രത്യേകതയുണ്ട്.
എന്താണ് എത്ര വർഷമായിട്ട് 35 വർഷമായിട്ട് നല്ലൊരു കർഷകയായിരുന്നു. ഇപ്പൊ നടത്തുന്ന സംരംഭം ഉണ്ടല്ലോ, എത്ര വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു അത്? 6 വർഷത്തെ ആഗ്രഹമായിരുന്നു ഈ സ്പോട്ടും. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഇലക്ഷൻ ചർച്ച നടക്കാറുണ്ടോ? ഉണ്ട് ഇന്നും ഉണ്ടായിരുന്നു ഇതിന്റെ അകത്ത്. ദേശാഭിമാനി പത്രം വായിച്ച് അപ്പൊ ചർച്ചകൾ ഗംഭീരമായിട്ട് നടക്കട്ടെ. നടക്കട്ടെ. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രശസ്തമായ അമ്പലമാണ് ഈ കാണുന്ന പുത്തനമ്പല ക്ഷേത്രം. കരപ്പുറത്തിന്റെ പഴനിമല എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. തൊട്ടടുത്തായിട്ട് ഞാൻ പഠിച്ച സ്കൂള് SNV LPS ചെറുവാരണം 1ാം ക്ലാസ് മുതൽ 4 വരെ പഠിച്ചാണ്. ഇപ്പം എൻ്റെ മകൾ അവിടെ പഠിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇത് ഞാൻ പച്ചക്കറി വിൽക്കുന്ന ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല ഒരു 10-15 വർഷം മുമ്പ് ഞാൻ ഓട്ടോ ഓടിയ സ്ഥലമാണ്. ലോട്ടറി തന്നെ ആർക്കടിക്കും? ലോട്ടറി വിൽക്കുന്നവർക്ക് തന്നെ അടിക്കും. വിൽക്കുന്നവർക്ക് തന്നെ അടിക്കാം. തെരഞ്ഞെടുപ്പിൽ ആർക്കടിക്കുന്നേ വെച്ചത്? തെരഞ്ഞെടുപ്പില്ല, തെരഞ്ഞെടുപ്പ് LDF ജയിക്കും. ജയിക്കുവാ? എല്ലാരും ഇപ്പൊ ഞാൻ പിടിക്കും എന്ന് പറഞ്ഞല്ലേ 3 പേര് നിൽക്കണത്. ആണല്ലേ? അപ്പൊ പിന്നെ ആര് പിടിക്കുമെന്ന് എങ്ങനെ അറിയാനൊക്കെ? 3 പേർക്ക് സാധ്യതയാണ്. ആണല്ലേ? ഞാനിവിടെ 20 വർഷം മുമ്പ് ട്രയൽ ഓടിയാണ്. എൻ്റെ ആശാനാണ്. എന്താ പറയാനുള്ളത്? ഇപ്പൊ ചൂട് തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് അതിന്റെ രീതിയിലൊക്കെ നടക്കുന്ന നല്ല കാര്യങ്ങളാണ്, നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. ഇതിന്റെ പച്ചക്കറിയുടെ കാര്യം പറ. ആര് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട്? LDF UDF അത് ആരാണെങ്കിലും ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. ചേർത്തല കഴിഞ്ഞാൽ തൊട്ട് അടുത്ത് കിടക്കുന്നത് ആലപ്പുഴ മണ്ഡലാണ്. ഇവിടെ സ്ഥാനാർത്ഥികളെല്ലാം ശക്തരാണ് എന്നുള്ളതാണ്. ഇപ്പൊ അത് കാവുങ്കൽ അമ്പലത്തിന്റെ വാതിക്കലാണ് നിൽക്കുന്നത്. ഇനി ആലപ്പുഴ മണ്ഡലത്തിലേക്ക് പോവാം. ഇലക്ഷനൊക്കെ എവിടെ വരെ? ഇലക്ഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ആര് ജയിക്കാനാണ് സാധ്യത? CPM ആണെന്ന് എന്റെ വിശ്വാസം. ത്രികോണ മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര എല്ലായിടത്തും അതിശക്തമായ ഒരു മത്സരം തന്നെയാണ് നടക്കുന്നത്. റിസൾട്ട് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ആർക്കും സാധ്യതയുണ്ട്, ആര് വേണേലും വിജയിക്കും. നല്ല ചൂടാണ്. അമ്പലങ്ങളര വന്നപ്പോൾ ഏറ്റവും ഫേമസ് ആയ ഷെയ്ക്ക് കട ഉണ്ട്. ഒരു ദിവസം എത്ര രൂപ വിൽക്കും ഇവിടെ? ഇവിടെ ഏകദേശം 1000 മുകളിൽ ഷെയ്ക്ക് വിൽക്കുന്ന ഒരു കടയാണ്. ഇലക്ഷൻ ചൂടൊക്കെ എങ്ങനെയുണ്ട്? ആ ഒരു ചൂടിൽ തന്നെ പോകുന്നുണ്ട്. എവിടെയാണ്? ഏത് മണ്ഡലം? അമ്പലപ്പുഴ അല്ലേ? വെറുതെ നമ്മളൊന്നും വീട്ടിലിട്ടില്ല. ആലപ്പുഴ ജില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ ടൂറിസത്തിന് വലിയ പ്രാധാന്യമുള്ള ജില്ലയാണ്. അത് മാത്രമല്ല വള്ളങ്ങളുടെ നാട്. അത്തരം മണ്ഡലത്തിൽ ജനപ്രതിനിധികൾക്ക് ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഇവിടുത്തെ റോഡൊക്കെ ഭയങ്കരമായിട്ട് പോയി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതൊക്കെ റെഡിയാക്കുക എന്നാൽ ആര് വന്നാലും എന്നുള്ള ആഗ്രഹക്കാരാണ് നമ്മള്. ഇലക്ഷന്റെ വിശേഷം എന്താ ഉണ്ട് ആലപ്പുഴ? ചൂട് പിടിച്ച് നിൽക്കുകയല്ലേ. സാധ്യത ആർക്കാണ്? ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ മുൻ MLA നിലവിലെ MLA ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സാധ്യതകൾ വർദ്ധിക്കാൻ സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ടൈറ്റ് അമ്പലപ്പുഴയാണ് ടൈറ്റ് ആയിട്ട്. അമ്പലപ്പുഴ എങ്ങനെയുണ്ട്? അമ്പലപ്പുഴ G. സുധാകർ ആയതുകൊണ്ട് മാത്രമാണ് ആ ഒരു വിഷയം. തുടർ ഭരണം കിട്ടാൻ സാധ്യതയില്ല. മത്സരം ഇത് നല്ല ടൈറ്റ് തന്നെ പോകും. ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം കായൽ ടൂറിസമാണ്. 3000-ന് മേളിൽ ഹൗസ് ബോട്ടുകളാണ് ഈ ഏരിയയിൽ മാത്രം പ്രധാനമായിട്ട് ഉള്ളത്. ശിക്കാരി ബോട്ടുകളാട്ടെ 500-ന് മുകളിലുണ്ട്. ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകളും പിന്നെ ചെറുവള്ളങ്ങളുമായിട്ട് 10,000-കണക്കിന് മേളിൽ വള്ളങ്ങളാണ് ഈ പ്രദേശത്ത് വരുമാനം നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആർക്കാണ് സാധ്യത തെരഞ്ഞെടുപ്പ്? ഏത് മണ്ഡലമാണ്? വൈനേരി പഞ്ചായത്ത്. കുട്ടനാടാ? എങ്ങനെയുണ്ട് മത്സരം? എങ്ങനെയുണ്ട് ഇവിടെ? കുഴപ്പമില്ല. ആര് ജയിക്കാനാ സാധ്യത? ആര് ജയിച്ചാലും കുഴപ്പമില്ല, എല്ലാവരും തല്ലിപ്പൊളിയാണ്. അത് കൊള്ളാം. കേരളം മുഴുവൻ ആരാ ഭരിക്കാൻ സാധ്യത? മോദി ഭരിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. ആണല്ലേ? ശരി. കാരണം അയാൾ എനിക്ക് ചായ തന്നിട്ടുള്ള. ആണോ? എവിടെ വെച്ച്? റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്. ആണല്ലേ? ഓ ശരി. ആർക്കാ സാധ്യത? അവിടെ ആർക്കും സാധ്യമൊന്നുമില്ല. ആര് സാധ്യത ചോദിച്ചാൽ ഞങ്ങൾക്ക് വെള്ളം തന്നാൽ മതി. കുടിവെള്ള പ്രശ്നം? കുടിവെള്ളം ഇല്ല. ഇല്ല. ആര് ചോദിച്ചാലും വെള്ളം കിട്ടിയാൽ മാത്രം. ഏത് മണ്ഡലമാണ്?
കുട്ടനാട് ആർക്കാണ് സാധ്യത? LDF പോകൂടെ പോവല്ലേ? പുള്ളി ഒന്നും ചെയ്യുന്നില്ല. പോട്ടെ, ഇവരാണ് തീരുമാനിക്കുന്നത്. കുട്ടനാട്ടിലെ സ്ഥാനാർത്ഥികളെല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. എല്ലാവരും എൻ്റെ പിന്നിൽ തിരിച്ചുകൊണ്ട് തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ കാർഷിക മേഖലയിൽ നെൽകൃഷിക്ക് വലിയ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. ടൂറിസം ആയാലും ഇവിടുത്തെ കുടിവെള്ള പ്രശ്നമായാലും നന്നായിട്ട് പരിഹരിക്കാൻ കഴിയുന്നവർക്ക് വിജയം ഉറപ്പാണ്. ഒരു വെയിലത്ത് വെള്ളം കുടിക്കാൻ സമയമായി. പോണ വഴി ഒരു വ്യത്യസ്തമായ കാഴ്ചയുണ്ട്. എന്താണ് സംഭവം? ഇവിടെ നമ്മള് വെക്കേഷൻ ആയപ്പോഴത്തേക്ക് ഒരു കടയിട്ട് തണ്ണിമത്തൻ സംഭാരം ഉപ്പിലിട്ട് അതൊക്കെ ഉണ്ട്. ആര് പറഞ്ഞു തന്നെ ഇങ്ങനെ കച്ചവടം ചെയ്യാൻ? ഞങ്ങൾ തന്നെ വെറുതെ പ്ലാൻ ചെയ്ത്. പേരെന്നാ? എത്ര പഠിക്കണ? 9 പോണു. പേര് ഭഗത്ത്. എന്നാ നിങ്ങളുടെ സ്പെഷ്യൽ എന്നാ? സ്പെഷ്യൽ ഒന്നും തണ്ണിമത്തന് തണ്ണിമത്തൻ തന്നെ എടുക്കണം. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. കച്ചവടം ചെയ്ത് കിട്ടുന്ന കാശിന്റെ എടുക്കും. പടക്കം മേടിക്കും. വിഷുവിന് തീർക്കാൻ വേണ്ടിയല്ലേ? ബുക്കൊക്കെ മേടിക്കാൻ എടുക്കണം കുറച്ച്. മൊത്തം പടക്കം മേടിച്ച് തീർക്കത്. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് ഏതെന്ന് പറയാവാ? മറ്റൊന്നുമല്ല, അമ്പലപ്പുഴയാണ്. വിശേഷങ്ങൾക്ക് പോയാലോ? അമ്പലപ്പുഴ മണ്ഡലത്തിലെ റോഡിലൂടെ യാത്രയപ്പോൾ ഒരു വ്യത്യസ്തമായ കാഴ്ച ഇടയ്ക്ക് നിർത്തിയതാണ്. മോളുടെ പേരെന്നാ? ഇതെന്നാ സാധനം? ഇതിപ്പോ ട്രെൻഡാണല്ലേ സോഷ്യൽ മീഡിയയില്? ഞാനൊന്ന് ഇറക്കി നോക്കട്ടെ. കൊണ്ടുവന്ന് അപ്പൊ ഇലക്ഷൻ എങ്ങനെയുണ്ട് ഇവിടെ അമ്പലപ്പുഴ? ആർക്കാണ് സാധ്യത? UDF ജയിക്കും. എന്താണ് അണ്ണന്റെ അഭിപ്രായം? ഇവിടെ നമ്മുടെ സലാം ഭരണം മാറണം എന്നുള്ള അഭിപ്രായം. 10 വർഷം പിണറായി ഭരിക്കണം എന്നുണ്ടെങ്കിൽ പിണറായി ഇറക്കാൻ പറ്റിയ ഒരു കാരണം ഇവർക്കില്ല. പാടത്തെ പണിയൊക്കെ നിർത്തിയിട്ട് ഇതാണ് പരിപാടി. ഇവരോട് ഇന്ന് കൂടി പാടത്ത് കൂട്ടാണ് ഞങ്ങൾ വന്നത്. ഏത് മണ്ഡലാണ്? ഇത് ഞാൻ ആലപ്പുഴയാണ്, ഇത് അമ്പലപ്പുഴയല്ലേ. എങ്ങനെയുണ്ട് ഇവിടെ? ഇവിടെ ടൈറ്റാ, നല്ല ടൈറ്റാണ്. സാധ്യത ആർക്കാണെന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റുന്ന അവസ്ഥയല്ല. അമ്പലപ്പുഴ യുവാക്കളുടെ ഒന്ന് ഇറക്കി നോക്കാം. എന്നാണ് അവസ്ഥ അമ്പലപ്പുഴ? അവസ്ഥ എന്താ പറയാ, ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് ഒന്നും പറയില്ല. മത്സരം എങ്ങനെയുണ്ട് ഇവിടെ? ഇവിടെ എല്ലാരും നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. അമ്പലപ്പുഴയാണ് കേരളം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് പറയാം. ആണല്ലേ? കൽപ്പത്തി ആണെങ്കിൽ അങ്ങനെ ജയിക്കുമായിരുന്നു. ആരാ? അമ്പലപ്പുഴയിലെ പുള്ളി ജയിക്കുമായിരുന്നു. ഇല്ലെങ്കിൽ ജയിക്കുകയില്ല. ജയിക്കുവാണെങ്കിൽ ഒരു സ്ഥലം മീശാൻ പഠിക്കും. അപ്പൊ എല്ലാരും ഇലക്ഷൻ കളറാക്കുക. നമുക്ക് റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കാം. അപ്പം ടാറ്റാ, ബൈ ബൈ.